ഓപ്പറേഷൻ തൂഫാൻ മെഡിക്കൽ ഷോപ്പുകളിലേക്കും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകരുതെന്ന് ഉത്തരവ്. നിർദ്ദേശം യഥാർത്ഥ രോഗികളെ വലയ്ക്കുമെന്ന് പരാതി. മയക്കുമരുന്നിനായി മരുന്നുകൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഉത്തരവ്. ഡോക്ടർമാരുടെ ഔദ്യോഗിക കുറിപ്പടിയില്ലാതെ മരുന്നുകൾ നൽകരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. ചില മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ഗുരുതര രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇവ പലപ്പോഴും ലഹരിക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അത്തരം മെഡിക്കൽ ഷോപ്പുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പുമായി ചർച്ച നടത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. മെഡിക്കൽ സ്റ്റോറുകൾ കേന്ദ്രീകരിച്ച് ഷാഡോ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത റെയ്ഡുകൾ ശക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ആഭ്യന്തര വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സംസ്ഥാനത്തെ ലഹരി മാഫിയയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചത്. അതേസമയം ഉത്തരവ് കാരണം ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിൽ കഴിയുന്ന രോഗികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയുയർന്നു. കിടപ്പ് രോഗികൾക്കും തുടർ ചികിത്സ ആവശ്യമുള്ളവർക്കും ഡോക്ടർമാർ രോഗികൾ ചെല്ലാതെ തന്നെ വാട്സാപ്പിലും മറ്റും മരുന്നുകൾ കുറിച്ചു നൽകാറുണ്ട്. ഇതുകൊണ്ട് ചെന്നാൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് നൽകുന്നതാണ് നിലച്ചിരിക്കുന്നത്. റെയ്ഡ് കാരണം കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകാനാവില്ലെന്നാണ് മെഡിക്കൽ ഷോപ്പുകാരുടെ വിശദീകരണം. UTV ന്യൂസ്, പാലക്കാട്.